ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയാൻ സാധ്യതയില്ലെന്ന് ലോറി ഓണേഴ്സ് അസോസിയേഷൻ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എല്ലാം കർണാടകയിൽ ശക്തമായ മഴയാണ് പെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്ക് ശക്തമായി ഉണ്ടാവാറുണ്ടെന്നും കർണാടക ലോറി ഉടമകൾ പറയുന്നു. അർജുനായി കഴിഞ്ഞ ഒരാഴ്ചയായി ഷിരൂരിൽ തുടരുകയാണിവർ. അർജുനായുള്ള രക്ഷാദൗത്യം ഈ 11ാം ദിവസവും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാദൗത്യം പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കൊക്കെ മൂലം സാധ്യമാവാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഈ നിമിഷങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗവാക്കാവുന്നുണ്ട്. ലോറി ഉടമകൾ, ലോറി ഓണേഴ്സ് അസോസിയേഷനൊക്കെ ഇതിന്റെ ഭാഗവാക്കായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയുണ്ട്. അവര് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ലോറി ഓണേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മണി. Federation of Karnataka State Lorry Owners and Agent Association, All India Motor Transport Congress Chairman G.R. Shanmugappa sir ಅವರ ನೇತೃತ್ವದಲ್ಲಿ ನಾವು ಏನಿದು ಹಜ್ಜನದು ಇದು ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ನಡೀತಿ ಇಲ್ಲಿ ರಸ್ತೆಯಲ್ಲಿ ಹೈವೇದಲ್ಲಿ ಇಮಿಡಿಯೇಟ್ ಆಗಿ ನಮಗೆ ಆದೇಶ ಮಾಡಿದ್ರು. ನೀವು ಇಮಿಡಿಯೇಟ್ ಆಗಿ ಕಾರವಾರ ಯಲ್ಲಾಪುರಿಗೆ ಹೋಗ್ಬಿಡ್ಬೇಕಂತೇಳಿ ನಾವು ಒಂದು ಟೀಮ್ ಕಟ್ಕೊಂಡು ಮೈಸೂರವರು ಇರ್ಬೋದು, ಬೆಳಗಾಂನವ್ರು ಇರ್ಬೋದು, ಕುಡಿತಿನಿದವರು ಇರ್ಬೋದು, ಆಮೇಲೆ ಕೊಪ್ಪಳದವ್ರು ಇರ್ಬೋದು, ಎಲ್ಲ ಅಧ್ಯಕ್ಷಗಳು ನಾವು ಇಮಿಡಿಯೇಟ್ ಆಗಿ ಇಲ್ಲಿ ದಾವಿ ಬಂದಿದ್ದೀವಿ. ಬಂದ ಮೇಲೆ ಇಲ್ಲಿ ಏನು ನಡೀತಾ ಇದೆ ಅಂದ್ರೆ ಸ್ವಲ್ಪ ವಿಳಂಬ ಆಗಿತ್ತು ಕೆಲಸ. ಇಮಿಡಿಯೇಟ್ ಆಗಿ ಇಲ್ಲಿ ಏನೇನು ನಡೀತಾ ಇದೆ ಅಂತೇಳಿ ನಮ್ಮ ಗುರುಗಳಿಗೆ G.R. Shanmugappa ಅವರಿಗೆ ಮಾಹಿತಿಯನ್ನು ಕೊಡ್ತಾ ಇದೀವಿ. ಅವರು ಕೂಡ ಹೆಚ್ಚಿನ ಮಟ್ಟದಲ್ಲಿ ಸರ್ಕಾರ ಹತ್ರ ಮಾತಾಡುವಾಗ ಇವಾಗ ಕೆಲಸ ಬಂದು ಫಾಸ್ಟ್ ಆಗಿ ನಡೀತಾ ಇದೆ. ಇಲ್ಲಿ ಕ್ಲೈಮೇಟ್ ಸರಿ ಇಲ್ಲದ ಕಾರಣದಿಂದ ಸ್ವಲ್ಪ ತಡವಾಗಿದೆ. ಅದಕ್ಕಾಗಿ ನಾವು ಏನ್ ಹೇಳ್ತಾ ಇದೀವಿ ಅಂದ್ರೆ, ಇವಾಗ ಏನಿದು ನಡೀತಿತ್ತು, ಈ ಡ್ರೈವರ್ಗಳು ಬಂದು ಈ ನಾಡಿನ ಬೆನ್ನೆಲುಬು, ಚಾಲಕರು ಬಂದು ಈ ನಾಡಿನ ಬೆನ್ನೆಲುಬು. ದಯವಿಟ್ಟು ಸರ್ಕಾರ ಎಚ್ಚೆತ್ತುಕೋಬೇಕು. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಇದು ಏನು ಇವತ್ತು ಆಗಿದೆ ಚಾಲಕರಿಗೆ ಇದು ಪೂರ್ತಿ IRB ರೋಡ್ನವರೇ ಇದು ಕೊಡಬೇಕು. ಏನಿದನ್ನು ಜವಾಬ್ದಾರಿ ಅವ್ರದ್ದಾಗುತ್ತೆ. ಯಾಕಂದ್ರೆ ಈ ತರ ನಾವು ಟೋಲ್ ರೋಡ್ ನಲ್ಲಿ ತಿರುಗಾಡುವಾಗ ಈ ತರ ಸಂಭವ ಆಗಬಾರದು, ಆದವನು ವಿಳಂಬ ಆಗಬಾರದು. ಇದು ಬಹಳ ತಲೆ ಈ ತರ ಕೆಲವೊಂದು ತಲೆ ಆಗಿದೆ. ಆದವನು 1 ದಿವಸ 2 ದಿವಸದಲ್ಲಿ ಇಮಿಡಿಯೇಟ್ ಆಗಿ ಮಾಡಿದ್ದಾರೆ. ಬಹಳ ಲೇಟ್ ಆಗಿದೆ. ಇದು ನಮ್ಮ ಗುರುಗಳ ನೇತೃತ್ವದಲ್ಲಿ ನಾವು ಬಂದವರು ತಿಳಿಸಿದ್ವಿ. ಇಲ್ಲಿ ಏನೇನು ನಡೀತಾ ಇದೆ ಡೈಲಿ ಮಾಹಿತಿ ಕೊಡ್ತಾ ಇದೀವಿ. ಅದರಲ್ಲಿದ್ದ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ഈ ತರ ಆಗಬಾರದು ಅಂತೇಳಿ ನಾವು ಕಳಕಳಿಯಿಂದ ಕೇಳ್ಕೊಳ್ತಾ ಇದೀವಿ. ನಮಸ್ಕಾರ. KS മണി, വിജയനഗര ജില്ലാ മാലികർ സംഘದ അധ്യക്ഷರು. എന്താണ് നമ്മൾക്ക് ഈ SP ഒക്കെ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഈ അർജുൻ ചായക്കടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഭാര്യയുടെ ഫോൺ കോൾ, ആ ചായക്കടയിലുള്ള ലക്ഷ്മണയുടെ ഭാര്യയുടെ ഫോൺ കോൾ മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അർജുനും ആ കടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്താണ് കരുതുന്നത്? സാർ, അത് സത്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അർജുന് ചായക്കടയിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷെ അപ്പം മഴ കൂടുതൽ ആയ ശേഷം, ഇടിഞ്ഞ ശേഷം അത് എവിടെയോ കുടുങ്ങിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് സംഭവം നടന്നിട്ടുള്ളത്. അത് 100% സത്യം. പക്ഷെ നമ്മൾ ഈ IRB, നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ IRB ടോൾ പൈസ കൊടുത്തിട്ട് ടോൾ എടുത്തിട്ട് നമ്മൾ പോയിട്ട് കൂടി നമുക്കൊരു ഡ്രൈവർമാർക്ക് സുരക്ഷാ പ്രവർത്തനങ്ങളില്ല എവിടെയും. ഇപ്പോൾ അതുകൊണ്ട് സർക്കാരും ഉടനടി ഗവൺമെന്റുകളുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകട്ടെ, ഈ നമ്മളടുത്ത് ടോളിന്റെ പൈസ വസൂലാക്കിയ ശേഷം ഡ്രൈവർമാർക്ക് സുരക്ഷിത വ്യവസ്ഥകൾ, അവരിക്കാനോ കടക്കാനോ പോണ വഴിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു വഴികൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. അർജുൻ ജീവനോടെ കണ്ടെത്തട്ടെ എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈസൂരിൽ നിന്ന്, നമ്മൾ ഫെഡറേഷൻ ഓഫ് ലോറി ഏജൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഞാൻ മൈസൂരിന്റെ. ഇവർ വസ്പേട്ടയാണ്, ഇവർ ഡ്രൈവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്, ഇവർ സെക്രട്ടറിയാണ്, അവർ ജോയിന്റ് സെക്രട്ടറി. നമ്മൾ എല്ലാവരും കൂടി ഇതിന് വേണ്ടിയിട്ട് വന്നിട്ട് ഒരാഴ്ചയായി. അർജുൻ കിട്ടുന്നവരെ തിരിച്ച് എത്തരുത് എന്നുള്ളതാണ് നമ്മളെ AMTC, ഓൾ ഓവർ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ G.R. Shanmugappa സാറ്. അവർ പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും അന്ന് തൊട്ട് ഇന്ന് വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ തിരിച്ച് കിട്ടുന്നവരെ നമ്മളെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല. ജീവനോട് കണ്ടെത്തുന്നതില്ല നമ്മളെ ആഗ്രഹം. സർക്കാർ കർണാടകയിൽ നിന്നുള്ള ആളുകളാണല്ലോ. അപ്പം ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഇങ്ങനെ മഴ ഇപ്പോൾ എല്ലാ കാലത്തും ഈ സമയത്ത് നന്നായി ശക്തമായി പെയ്യുന്നത് തന്നെയാണോ? ഈ പുഴയിലെ ജലനിരപ്പ് അടുത്തെങ്ങാനും കുറയാനൊക്കെ സാധ്യതയുണ്ടോ? അതോ ഇവിടുത്തെ പുഴകളൊക്കെ തരത്തിൽ തന്നെയാണോ? ഇത് എല്ലാ കൊല്ലങ്ങളും ഈ മാസങ്ങളിൽ സംഭവിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. മഴ കൂടുതൽ സംഭവിക്കുന്നതുകൊണ്ട് ഇത്, പക്ഷെ ഇതിന് വേണ്ടിയിട്ട് സർക്കാരും ചെയ്യേണ്ടത് ഡ്രൈവർമാർക്ക് സുരക്ഷമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് ചെയ്യണം. പോണ വഴിക്ക് റെസ്റ്റ് റൂമുകളോ ചായ ഹോട്ടലുകളോ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള അവർക്ക് ഉറങ്ങാനുള്ള ഒരു ഇതുകളോ ചെയ്തു തരണം എന്നുള്ളത് നമ്മളെല്ലാവരും അസോസിയേഷന്റെ ആഗ്രഹങ്ങളും. ഇതിന് വേണ്ടിയിട്ട് അർജുന് ജീവനോട് കണ്ടെത്തുന്നതിൽ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിനോടും കർണാടക മുഖ്യമന്ത്രിമാരോടും കർണാടക ട്രാൻസ്പോർട്ട് മന്ത്രിമാരോടും
നമ്മളെ ഷൺമുഖപ്പ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനടി കണ്ടെത്തട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. ഈ പുഴകളിലെ ഒഴുക്കൊന്നും അത്ര പെട്ടെന്നൊന്നും കുറയാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ചെയ്യുന്ന ഈ കാര്യത്തിന് കൂടി അതിന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്നത് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. ഇപ്പൊ ജൂലൈ മാസമാണ്, ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നല്ല മഴയല്ലേ? അതെ, ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ ഈ മഴക്കാലാണ്. ഈ കാലത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഈ കാലത്ത് നമ്മൾ സൂക്ഷ്മക്ക് ഉണ്ടാകുന്നതിന് ഇതിനു വേണ്ടിയിട്ട് സർക്കാരും ഡ്രൈവർമാർക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ചെയ്തു തരണമെന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹം. ഏതായാലും അത് തന്നെയാണ് ലോറി ഉടമകളുടെ വാക്കുകളാണ് കേട്ടത്. കർണാടകയിൽ നിന്നുള്ള ലോറി ഉടമകളുടെ അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഇവരൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ഡ്രൈവർമാർക്കും മറ്റുമൊക്കെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഒരുക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ ഈ പുഴയിലെ ഒഴുക്ക് അത് ശക്തമായി തന്നെ തുടരുകയാണ്. ഈ നാവികസേനാംഗങ്ങൾക്ക് പുഴയിൽ മുങ്ങൽ വിദഗ്ധർക്കൊന്നും ഇറങ്ങാൻ കഴിയാത്ത തരത്തിലാണ് ഒഴുക്ക് ഇപ്പോഴും ഉള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തെ വെല്ലുവിളിയായി ബാധിച്ചിരിക്കുന്നത്. മഴയും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പുഴയിലെ ഒഴുക്ക് ഏതായാലും അടുത്തൊന്നും കുറയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഇവിടെ നല്ല മഴ പെയ്യാറുണ്ട്. നല്ല രീതിയിൽ ഒഴുക്കും പുഴകളിലൊക്കെ എല്ലാ കർണാടകയിലെ മിക്ക പുഴകളിലും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന തരത്തിലാണ് പുഴയിലെ ഒഴുക്ക് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ രക്ഷാ ദൗത്യത്തിന് ഈ ഒഴുക്ക് കുറഞ്ഞതിന് ശേഷം പുഴയിലേക്ക് ഇറങ്ങാമെന്നുള്ളതും സാധ്യമാവില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്ന ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, ഷിരൂർ.